ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി ചിക്കൻ പൊരിച്ച റോസ്റ്റ്. ക്ലീൻ ചെയ്തെടുത്ത നമ്മുടെ ചിക്കൻ 1/2 കിലോ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും 1/4 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ഒരു 4 ചീനമുളക് അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും. ഇത് കുഴച്ചെടുക്കാനായി നമുക്ക് ആവശ്യത്തിന് വിനാഗിരിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുത്തതിന് ശേഷം കൈവച്ച് കുഴച്ച് നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കൊരു പാൻ എടുത്ത് അടുപ്പിൽ വെക്കാം. അത് ചൂടായാൽ ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3 സവാള കനം കുറച്ച് അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒന്ന് വഴണ്ട് കിട്ടാനായി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഉപ്പ് പിടിക്കുന്ന വിധത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് വേവിക്കാം. മുടി തുറന്നപ്പോൾ നമ്മുടെ സവാള എല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1/4 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 4 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും നമുക്കിതിലേക്ക് ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതൊരു 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ചുവന്നുള്ളിയും സവാളയും എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം എല്ലാം മാറിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ നമ്മുടെ കറിവേപ്പില നമുക്കൊന്ന് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 2 വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. തക്കാളി നന്നായി വെന്ത് വരാനായി നമുക്കിതൊരു 5 മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇങ്ങനെ വെന്ത് വന്ന നമ്മുടെ തക്കാളി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ തക്കാളി ഇവിടെ നല്ല പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് നമുക്കിതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. എല്ലാ ഭാഗത്തേക്കും മിക്സ് ആവുന്ന വിധത്തിൽ നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം. ഒരു 2 മിനിറ്റ് നേരം നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്നാൽ നല്ല ഗ്രേവി പോലെ ആയിട്ടുണ്ടാവും. തക്കാളിയിലെ വെള്ളമെല്ലാം ഇറങ്ങി നല്ല ഗ്രേവി പോലെ വന്നിട്ടുണ്ടാവും. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ തക്കാളി സോസ് ഒഴിച്ചു കൊടുക്കാം. തക്കാളി സോസ് ഒഴിച്ചതിന് ശേഷം ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി നന്നായി യോജിപ്പിച്ച ശേഷം ഇത് നമുക്ക് ഇറക്കി വെക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ പൊരിക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ വേണം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഓരോ പീസുകളായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ പീസും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചീനമുളകും പച്ചമുളകൊക്കെ ഉണ്ടാവും. അത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിത് പൊരിച്ചെടുക്കാൻ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നീട് മീഡിയം ഫ്ലെയിമിലേക്കിട്ട് നമുക്കിത് നന്നായി ഒന്ന് പൊരിച്ചെടുക്കാം. ഇങ്ങനെ പൊരിച്ചെടുത്ത നമ്മുടെ ചിക്കൻ നമുക്ക് കോരി മാറ്റാം.
ഇങ്ങനെ ഒരു അരിപ്പ പാത്രം എടുത്ത് ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ എല്ലാം കോരിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ കോരി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് മാറ്റി വെച്ച മസാല എടുത്ത് ഈ ചിക്കൻ എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എല്ലാ ഭാഗത്തേക്കും മസാല പിടിക്കുന്ന വിധത്തിൽ നമ്മുടെ ചിക്കൻ അതിലിട്ട് നന്നായി യോജിപ്പിക്കാം. നമ്മുടെ ചിക്കൻ പൊരിച്ച വെളിച്ചെണ്ണ പാനിൽ നിന്ന് മാറ്റിയ ശേഷം അതിൻ്റെ ബാക്കി ഭാഗം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ചിക്കൻ പൊരിച്ച റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും കമൻറ്റും ഷെയറും ഒന്ന് ചെയ്യണേ. ഓക്കേ, ബൈ ബൈ.